ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫിൻസോപ്പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ 5% മുതൽ 8% വരെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ. ആ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ബിൽ ആൻഡ് പേയ്മെൻറ്റ് റീചാർജുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൽ ഫണ്ട് ആഡ് ചെയ്യണം. ഫിൻസോപ്പയുടെ ആപ്ലിക്കേഷനിൽ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ കാണിക്കുന്ന റീചാർജ് റിക്വസ്റ്റിൽ നമ്മൾ ടച്ച് ചെയ്യാം. അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ കാണിക്കുന്നുണ്ട് പേയ്മെന്റ് മെത്തേഡ്. നമ്മൾ ഏത് രൂപത്തിലാണോ ഫണ്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മെത്തേഡ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് യു പി ഐ ആപ്ലിക്കേഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ എമൗണ്ട് നമ്മൾ എത്രയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 349 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 349 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ ഒരു ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് കിട്ടും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ നമുക്ക് മറ്റു വ്യക്തികൾക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് UPI ആപ്ലിക്കേഷനിൽ പോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിലും നമുക്ക് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് ഗൂഗിൾ പേയിൽ പോയിട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫിൻസോപ്പയുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് താഴെയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി സർവീസുകൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ബിൽ ആൻഡ് പേയ്മെന്റുകളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഫണ്ട് ആഡ് ചെയ്യുന്ന രൂപം ഇതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റിനാണെങ്കിൽ റീചാർജ് റിക്വസ്റ്റിൽ തന്നെ ഫണ്ട് ആഡ് ചെയ്യണം. അതല്ല നമ്മൾ ആക്ടിവേഷൻ റിക്വസ്റ്റിൽ പോയിട്ട് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല. നേരെ തിരിച്ചും അതേപോലെ തന്നെയാണ്. നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ, പുതിയ ഐഡിയക്ക് ആക്ടിവേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവേഷൻ റിക്വസ്റ്റിൽ തന്നെ ഫണ്ട് ആഡ് ചെയ്യണം. അത് റീചാർജ് റിക്വസ്റ്റിൽ പോയിട്ട് ഫണ്ട് ആഡ് ചെയ്യരുത്. റീചാർജ് റിക്വസ്റ്റിൽ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റീചാർജ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇനിയിപ്പോൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാലൻസ് ഒക്കെ കാണിക്കും. ആ ഒരു ഇവിടെ ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട് 349 ഫണ്ട് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഫണ്ട് ആഡ് ആയതിനു ശേഷം നമ്മൾ നോക്കുക ഫണ്ട് ആഡ് ആയിട്ടുണ്ടോ നോക്കുക. ശേഷം നമ്മൾ പ്രീപെയ്ഡ് റീചാർജ് എന്ന് ഇവിടെ കാണിക്കും, അതിൽ ടച്ച് ചെയ്യുക. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്കിൾ കേരള, അതേപോലെ തന്നെ പ്രീപെയ്ഡ് ആണെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കുന്നുണ്ട്. താഴെ നമുക്ക് എമൗണ്ട് അടിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ പ്ലാൻ ഇവിടെ കിടക്കുന്നുണ്ട്. അവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പ്ലാനുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ പ്ലാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഓരോരോ പേജ് ഇവിടെ ഉണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ടോപ്പ് ചെയ്യാനുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലാൻ വൗച്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫുൾ TT, STV എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 349 നമ്മൾ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് 349 എന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 359 കാണിക്കും. അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായി, പ്ലാൻ ആഡായി. ഇനി നമുക്ക് പ്രൊസീഡ് ടു പേ കൊടുക്കുക. ശേഷം നമുക്ക് ഇവിടെ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇവിടെ എമൗണ്ട് കാണിക്കുന്നില്ല 359. നമ്മുടെ പ്രൊവൈഡർ ഏതാണെന്ന് കാണിക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്. ഇത് കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മുടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ പേ ബില്ലിന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ 349 രൂപ റീചാർജ് ചെയ്തപ്പോൾ നമുക്ക് സ്പോട്ടിൽ തന്നെ 17 രൂപ 45 പൈസ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. കാരണം എയർടെൽ റീചാർജ് ചെയ്തു. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ ആകെ 2 മിനിറ്റ് പോലും വേണ്ട. അത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഫാസ്റ്റായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റീചാർജ് സക്സസ്ഫുള്ളായി. കസ്റ്റമർക്ക് ആ റീചാർജ് സക്സസ്ഫുള്ളായി. കൂടാതെ 17 രൂപ 45 പൈസ നമുക്ക് ക്രെഡിറ്റ് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡൺ അടിച്ചിട്ട് അതേപോലെ ഹോം പേജിലേക്ക് തന്നെ വീണ്ടും പോവാം.